അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മച്ചി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെയൊക്കെ ക്ഷണിച്ചപ്പോൾ ഇവിടെ വരാൻ സാധിച്ചത്. അല്ലാതെ വരാൻ പറ്റില്ല. കാരണം ദൈവം നിങ്ങളിൽ ചൊരിഞ്ഞ, അമ്മച്ചിയിലൂടെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അത് കർത്താവ് ചെയ്ത അനുഗ്രഹത്തെ നന്ദി പറയാൻ കൂടിയാണ് നമ്മൾ ഓരോരുത്തരുടെ കൂടിയിരിക്കുന്നത്. നമുക്ക് അതേ പറ്റുള്ളൂ. കാരണം എന്താ, നന്ദിയുടെ അപ്പുറം വേറെ ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നന്ദി പറയാതെ. അപ്പോൾ ഇന്ന് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് 76 വയസ്സ് അമ്മച്ചിക്ക്. എനിക്ക് തന്ന 60 വയസ്സ്. ആ 60 വയസ്സില് കർത്താവിനെ ശുശ്രൂഷിക്കും. ഞാൻ 24 വർഷമായി കർത്താവിന്റെ ശുശ്രൂഷൻ. അടുത്ത വർഷം 25 പൂർത്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിച്ച ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. കൂടാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈശോയെ അനുഭവിച്ചറിയാൻ നിങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാൻ പറ്റണം. കാരണം ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളിവിടെ വന്നതും നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ദൈവത്തിന്റെ വലിയ കൃപകളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. ഇത് എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈശോ പറഞ്ഞിട്ടുള്ള വാക്കിതാണ്, നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അനുഗ്രഹം പ്രാപിച്ച് അനേകര്, ദേവസേച്ചൻ പറഞ്ഞ പോലെ ഇവിടെ നിറയെ ബെൽറ്റുകളും ക്രസ്റ്റസുകളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഒരുപാട് പേര് അനുഗ്രഹം പ്രാപിച്ചു പോയതാണ്. അപ്പോൾ അവരൊക്കെ ആ കിട്ടിയതും കൊണ്ടുപോയി. പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് പ്രാർത്ഥനയോട് ചേർന്നുള്ള ജീവിതമായിരിക്കണം. മറ്റെന്താണെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവായ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി.